ദേശീയ ദിനം ആഘോഷിക്കുന്ന യുഎഇക്ക് അഭിവാദ്യം അർപ്പിച്ച അബുദാബിയിൽ സംഗീത സംവിധായകൻ എ.ആർ. റഹ്മാന്റെ ലൈവ് ഷോ അല്പസമയത്തിനകം ആരംഭിക്കും. ജമാൽ ദി സോങ് ഓഫ് ഹോപ്പ് എന്ന പേരിലാണ് സംഗീത പരിപാടി. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഗായകർ വേദിയിലെത്തും. ഷിനോജ് ഷംസുദ്ദീൻ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഷിനോജ്, ആരാധകരെല്ലാം വലിയ ആവേശത്തിലായിരിക്കും. പരിപാടി എപ്പോഴാണ് ആരംഭിക്കുന്നത്? ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ടോ ഇപ്പോൾ? അലീഷ, പരിപാടികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ വേദിയിലേക്ക് എ.ആർ. റഹ്മാൻ അല്പസമയം മുമ്പ് ഈ സദസ്സിലേക്ക് എത്തിയിട്ടുണ്ട്. കുറച്ചും കൂടി കാത്തിരുന്നാൽ മാത്രമേ എ.ആർ. റഹ്മാൻ വേദിയിലേക്ക് എത്തുകയുള്ളൂ. വിവിധ അന്താരാഷ്ട്ര മേഖലയിലുള്ള ഗായകരും ഉപകരണ സംഗീത വിദഗ്ധരും അണിനിരക്കുന്നതാണ് ജമാൽ അൽ ഇത്തിഹാദ് എന്ന് പറയുന്ന ഈ സംഗീത പരിപാടി. ജമാൽ എന്നാൽ ബ്യൂട്ടി എന്നാണ് അർത്ഥം, സൗന്ദര്യം എന്നാണ് അർത്ഥം. യുഎഇയുടെ സൗന്ദര്യത്തെ വിളിച്ചോതുന്ന ഒരു സംഗീത പരിപാടിയായിട്ടാണ് ഇത് ആവിഷ്കരിച്ചിരിക്കുന്നത്. ബുർജിൽ ഹോൾഡിങ്ങുമായി സഹകരിച്ചാണ് ഈ സംഗീത പരിപാടി ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇത് ആദ്യമായി അവതരിപ്പിക്കുന്നത് ഈ വേദിയിലാണ്. അബുദാബിയിലെ ഷേഖ് സായിദ് ഫെസ്റ്റിവൽ നടക്കുന്ന അൽ വത്ബയിലെ ഈ വേദിയിലാണ് ജമാൽ അൽ ഇത്തിഹാദ് എന്ന് പറയുന്ന ഈ ഗാനം ആദ്യമായി അവതരിപ്പിക്കപ്പെടുക. എ.ആർ. റഹ്മാൻ തന്നെയായിരിക്കും ആ ഗാനം ആലപിക്കുന്നത്. ഇതിനു മുമ്പ് അദ്ദേഹം അല്പം മുമ്പ് ഹോട്ടലിൽ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടിരുന്നു. സഹവർത്തിത്വത്തിൻ്റെ സൗന്ദര്യമുള്ള ഒരു നാടിന് നൽകുന്ന ഒരു ആദരമായിട്ടാണ് അദ്ദേഹം ഈ സംഗീത പരിപാടിയെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇന്ത്യയിൽ നിന്ന് എ.ആർ. റഹ്മാൻ മാത്രമാണ് ഉള്ളതെന്നാണ് ഇതുവരെയുള്ള അറിവ്. ഇനി മറ്റെന്തെങ്കിലും സസ്പെൻസ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ കാത്തിരിക്കുകയാണ്. പല ഗായകരും അതേപോലെ തന്നെ ഉപകരണ സംഗീത വിദഗ്ധരും ഈ വേദിയിലേക്ക് ഒന്നിനു പിറകെ ഒന്നായി എത്തും. അവരെല്ലാവരും കൂടി ചേർന്ന് എ.ആർ. റഹ്മാന്റെ തന്നെ ഫിർദൌസ് ഓർക്കസ്ട്ര എന്ന് പറയുന്ന സംഗീത ട്രൂപ്പും കൂടി ചേർന്നിട്ടാണ് ഈ ജമാൽ അൽ ഇത്തിഹാദ് ദ സോങ് ഓഫ് ഹോപ്പ് എന്ന് പറയുന്ന ഗാനം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെ ഒരു 1.5 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു സംഗീത പരിപാടിയാണ് ഇതിൻ്റെ ഭാഗമായി ആവിഷ്കരിച്ചിട്ടുള്ളത്. അലീഷ.